ഹലോ ഫ്രണ്ട്സ്, ഇത് ബീനാസ് കിച്ചൻ. ഇന്ന് നമ്മൾ നല്ലൊരു സ്ട്രോബെറി മിൽക്ക് ഷേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടി കുറച്ച് സ്ട്രോബെറി നമ്മളിങ്ങനെ ഇപ്പോൾ 2 ഗ്ലാസ്സിന് മാത്രമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. നമ്മളതിൻ്റെ ചെറിയ ചള്ളൊക്കെ ഉണ്ടെങ്കിൽ സ്ട്രോബെറി ഒക്കെ വാങ്ങിക്കുമ്പോൾ കുറച്ച് ചെറിയ സ്ഥലങ്ങളൊക്കെ ചതഞ്ഞ പോലെ ഇരിക്കും. അപ്പോൾ നല്ല ഫ്രഷ് സ്ട്രോബെറി തന്നെ എടുക്കണമെങ്കിൽ നമുക്ക് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് വരുള്ളൂ. ഞാൻ കുറച്ചൊന്ന് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ജ്യൂസറിനകത്തോട്ട് ഈ സ്ട്രോബെറി ഇട്ടിട്ട് 1/2 ഗ്ലാസ് പാൽ ഒഴിച്ചിട്ട് ഒന്ന് നല്ലതുപോലെ അങ്ങ് അരച്ചെടുക്കണം. ഒരുപാട് പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ അരയാതെ കിടക്കും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതൊരു ജ്യൂസറിനകത്ത് 1/2 ഗ്ലാസ് പാൽ ഒഴിച്ചൊന്ന് അരച്ചെടുക്കാം. ഒരു 4 സ്പൂണ് സ്ട്രോബെറിക്കൊക്കെ കുറച്ച് പുളിയുള്ളത് കൊണ്ട് നമുക്കൊരു 4 സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് വേണം. ഈ സ്ട്രോബെറിയുടെ ഒരു നേരൊക്കെ നമ്മൾ പാലൊഴിച്ചാൽ മതിയാകും. കൂടുതൽ പാലൊഴിച്ച് കഴിഞ്ഞാൽ നല്ലതുപോലെ അരിഞ്ഞ് കിട്ടുകയില്ല. അപ്പം നമുക്കൊരു 4 സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർക്കാം. മധുരമൊക്കെ അവനവൻ്റെ ആവശ്യം അനുസരിച്ച് കൂടുതലോ കുറവോ ഒക്കെ ചേർക്കാം. നല്ലപോലെ ഒരു മധുരം ഉണ്ടെങ്കിൽ നമുക്ക് മിൽക്ക് ഷേക്ക് കുടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വരുള്ളൂ. 4 സ്പൂണ് പഞ്ചസാര ഇട്ടിട്ട് നമുക്കിത് നല്ലതുപോലെ നടിച്ചെടുക്കാം. അപ്പം നമ്മൾ സ്ട്രോബെറി ഒന്ന് അടിച്ചു വെച്ചിട്ടുണ്ട്. 1/2 ഗ്ലാസ് പാല് കൂട്ടി നമുക്കൊരു 2 സ്പൂണ് വാനില ഐസ്ക്രീം ചേർക്കാം. അപ്പോൾ ഇഷ്ടമുള്ള സ്ട്രോബെറി ഫ്ലേവർ ഉണ്ടെങ്കിൽ കയ്യിൽ അതാണെങ്കിലും ചേർത്താലും മതിയാകും. നമ്മളിപ്പോൾ വാനില ഐസ്ക്രീമാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജ്യൂസിനും മിൽക്ക് ഷേക്കും നല്ലൊരു ക്രീമി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് 1/2 ഗ്ലാസ് പാൽ കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം. അപ്പോഴായിരിക്കും നമുക്ക് നല്ലതായിട്ട് ക്രീമി ടേസ്റ്റിലുള്ള മിൽക്ക് ഷേക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് നമുക്ക് അടിച്ചെടുക്കാം ഒന്നുകൂടെ. അപ്പം മിൽക്ക് ഷേക്ക് നല്ല റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റാം. ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇത്തിരി സ്ട്രോബെറി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞത്, ഇത്തിരി പിസ്തയും ബദാമും ഒക്കെ ഇട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് ഗാർണിഷ് ചെയ്തും കൂടി എടുക്കാം. നല്ല ഒരു മിൽക്ക് ഷേക്കാണ് ഇത്. കുടിച്ചു കഴിഞ്ഞാലൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ക്ഷീണമൊക്കെ മാറും. നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കുമാണ്. നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഇത്തിരി ഒരു സ്ട്രോബെറി ചെറുതായിട്ട് അരിഞ്ഞത്, ഇത്തിരി ബദാം പിസ്ത നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ സ്ട്രോബെറി മിൽക്ക് ഷേക്ക് നല്ല റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് പിന്നെയും വരാം.